me Dr. Bhima from Dr. Bhima Clinic for Child Development. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ. അപ്പോൾ ഇന്നത്തെ കുട്ടികളെ നമ്മൾ നന്നായിട്ട് വാർത്തെടുത്താൽ മാത്രമേ നാളെ ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി മാതാപിതാക്കൾ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കാൻ വിടാം. പക്ഷേ അതിൻ്റെ അതിരുവരുമ്പുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. ഒരു കറക്റ്റായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശത്തിലൂടെ കുട്ടീനെ വിടുകയാണെങ്കിൽ കുട്ടിക്ക് സ്വതന്ത്രമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയും പക്ഷേ അതിൻ്റെ ദൂഷ്യവശത്തേക്ക് പോകാതിരിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ മാതാപിതാക്കൾ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യണം. കുഞ്ഞുമക്കളെ ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ചെറുതായി കൊടുത്ത് ശീലിപ്പിക്കാം. ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കുമ്പോൾ അവർക്ക് വലുതാവുമ്പോഴും വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതെങ്ങനെയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ശീലിപ്പിക്കാം. അതുപോലെ കുട്ടികളെ സ്വയം പഠിക്കാനായിട്ടുള്ള പ്രോത്സാഹനം നൽകാം. അതുപോലെ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകണമെങ്കിൽ ചെറിയൊരു സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിട്ടിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ശീലിപ്പിക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ചെറുതായി കൊടുക്കാം. കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രധാനമായിട്ട് പഠിപ്പിക്കേണ്ടതും ശീലിപ്പിച്ചിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളെ പരാജയം നേരിടാൻ പഠിപ്പിക്കാം. അതായത് എപ്പോഴും വിജയം മാത്രമല്ല, പരാജയം ഉണ്ടാവും. പരാജയം വന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടണം, ജീവിതത്തിൻ്റെ ഭാഗമാണ് അത്. അല്ലെങ്കിൽ പരാജയം വന്നിട്ടുണ്ടെങ്കിൽ അതോടെ വിഷമിച്ചിരിക്കാതെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് മാതാപിതാക്കൾ വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളിലെ ആത്മവിശ്വാസം കൂട്ടണം. കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, അമ്മയും അച്ഛനും സർവ്വ പിന്തുണയായിട്ട് കൂടെയുണ്ട്, നീ അത് ചെയ്ത് നോക്ക്, നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്നുള്ളൊരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിലൂടെ കുട്ടികളുടെ ആത്മവിശ്വാസം കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അടുത്തതായിട്ട് മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കണം. അതെങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർ തന്നെ അവർക്ക് പറ്റുന്ന പോലെ അവർ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസും നമ്മൾ കേൾക്കണം. അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അവർക്ക് ആ പ്രോബ്ലമിനെ എങ്ങനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഹാൻഡിലിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ആവുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. എപ്പോഴും മാതാപിതാക്കൾ മക്കളുടെ കൂടെ പിന്തുണയോടുകൂടി നിൽക്കണം. അതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവർക്ക് ചെറിയ തെറ്റ് പറ്റിയാലും അത് അവർക്ക് സുരക്ഷിതമായിട്ട് മാതാപിതാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇടം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അത് ഇപ്പം നമ്മൾ കുറ്റപ്പെടുത്താതെ കുട്ടികളുടെ ചേർത്ത് പിടിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് അവരിൽ നിന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഇതിനെല്ലാം ഉപരി നമ്മൾ നമ്മുടെ മക്കളെ നല്ല മനുഷ്യരാക്കാനാണ് പഠിപ്പിക്കേണ്ടത്. ജോലിയോ പഠനമോ അതിലെല്ലാം ഉപരി ഒരു നല്ല മനുഷ്യരല്ലെങ്കിൽ ഇതും കൊണ്ടൊക്കെ എന്താ പ്രയോജനമുള്ളത്? ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് അല്ലെങ്കിൽ കുട്ടി വളർന്ന് കുട്ടിയുടെ ടീനേജ്, കുട്ടിയുടെ അഡോളസെൻ്റ്, കുട്ടിയുടെ അഡൽട്ട് ലൈഫ് ഇതുവരെ ഒരു പാരൻ്റ് പ്ലേ ചെയ്യുന്ന റോള് വളരെ ക്രൂഷ്യലാണ്. ആ കുട്ടീനെ പ്രിപ്പയർ ചെയ്യാണ്, നാളത്തെ ഒരു സൊസൈറ്റിയിലേക്ക് പ്രിപ്പയർ ചെയ്യാണ് എന്നുള്ളൊരു അവബോധം എല്ലാ പേരൻസിനും ഉണ്ടായിരിക്കണം. സർവ്വ പിന്തുണയും നൽകി സർവ്വ സ്നേഹവും നൽകി നല്ലൊരു മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം.